ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ ഞാനത് അമ്മയ്ക്കാണ് തയ്ച്ച് കൊടുക്കണത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡയറക്റ്റ് ബ്ലൗസിൽ നിന്ന് നമ്മുടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന അളവ് അതിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തതിന് ശേഷം ഞാൻ നേരിട്ട് നമ്മൾ ലൈനിങ്ങിലേക്ക് അളവ് വരച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുക കേട്ടോ. ഇതിൽ കട്ടിങ്ങൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും ഞാൻ പിന്നെ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ബാക്ക് ഓപ്പൺ ബ്ലൗസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ പറയുക, അളവ് ബ്ലൗസിൽ നിന്ന് ലെങ്ത്ത് കട്ട് ചെയ്ത് അളവെടുത്തു, ലെങ്ത്ത് വരച്ചു. അപ്പോൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആകുമ്പോൾ ആദ്യം തന്നെ ബാക്ക് സൈഡാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ വരച്ച് നമ്മൾ എന്താ പറയുക, തയ്യൽ മടക്കടിക്കാനുള്ള 2 ഇഞ്ചോ അത്ര കൂട്ടിയിട്ടിട്ട് പിന്നെ നമ്മൾ നെക്ക് വരച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം അമ്മയ്ക്ക് അത്യാവശ്യം നെക്ക് ഞാൻ ഇടാറുണ്ട്. അമ്മയ്ക്ക് അത്യാവശ്യം നെക്ക് വേണം, കയറി നിൽക്കുന്ന നെക്കല്ല ഇഷ്ടം. അപ്പം ഞാൻ നെക്ക് വരച്ചു. ഷോൾഡർ 2 നമ്മൾ 3 2.5, നെക്ക് 2.5, അങ്ങനെ 5 മൊത്തത്തിൽ എടുക്കണം കേട്ടോ. ആ കഴുത്തും പിന്നെ ഇറക്കം ഒരു 7 ഒക്കെ എടുക്കും. പിന്നെ കൈക്കുഴി വരച്ചു, വണ്ണം എത്ര ഇഞ്ച് അത്ര കൊടുത്തു. പിന്നെ 2 ഇഞ്ച് ഞങ്ങളുടെ എക്സ്ട്രാ നമ്മുടെ മടക്കടിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു. ഒന്ന് ചെരിച്ച് വരച്ചു. അതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്. പ്രിൻസസ് കട്ടാകുമ്പോൾ വളരെ സുഖമാണ് കട്ട് ചെയ്യാൻ, ബാക്കായാലും ഫ്രണ്ടായാലും. പക്ഷേ എനിക്ക് മറ്റേ നോർമൽ സാരി ബ്ലൗസ് തയ്ക്കാൻ കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്, ടഫായി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് കഴിയും. പിന്നെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുക. അപ്പോൾ ബാക്കിൻ്റെ അതേ അളവ് ഇടുക, 2 ഇഞ്ച് വണ്ണം കൂടുതൽ ഇട്ട് കൊടുക്കുക, ഇറക്കമൊക്കെ സെയിം ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ഇഞ്ച് വണ്ണം നമ്മൾ കൂടുതൽ ഇടണം. അതായത് ഫ്രണ്ടിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ടക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് ഫ്രണ്ട് നല്ല കപ്പിളൊക്കെ കിട്ടുള്ളൂ. പിന്നെ കൈക്കുഴി സെയിം വെട്ടുക, കഴുത്ത് ഫ്രണ്ടാകുമ്പോൾ കുറച്ച് കയറ്റി നിർത്തണം. അപ്പോൾ ഞാൻ കഴുത്ത് വെട്ടിയില്ല. കഴുത്തതിന് ശേഷം ഞാൻ വേറെ 2 ഇഞ്ച് കയറ്റി അളവെടുത്തിട്ട് കഴുത്ത് വരച്ചു. റൗണ്ട് കഴുത്ത് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിനും കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ഫ്രണ്ട് കഴുത്ത് കൊടുക്കണം, ഫ്രണ്ട് കഴുത്ത് വരച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കൈവശം നോക്കി തിരിച്ചിടുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഡയറക്റ്റ് അളവെടുക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ഒരാളുടെ മേത്തുനിന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അങ്ങനെ എനിക്കറിയില്ല. എനിക്കിങ്ങനെ തുണിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ടേ ഓൾറെഡി സ്റ്റിച്ചഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അതുമൊന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ടാണ് എനിക്ക് എടുക്കാറുള്ളത്. പിന്നെ നമ്മളത് ഷോൾഡറിൽ നിന്ന് ഒരു 9 ഇഞ്ച് താഴേക്ക് ഒരു വരയും, പിന്നെ ഒരു 3 ഇഞ്ച് നമ്മൾ ഇതിൽ നിന്ന് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ട് അത് ഷോൾഡറായിട്ട് ആ 2 വരയും യോജിപ്പിച്ചു. പിന്നെ നമ്മൾ ആദ്യം ഒരു 3 ഇഞ്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ച് വരെ കൂടുതൽ കൊടുക്കാം. ഞാനപ്പോൾ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുക്കും കേട്ടോ. എന്നാലും നമുക്ക് കപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം രണ്ടാമത് വരച്ചാൽ വരയില്ലേ കണ്ടോ. അതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ എന്താ പറയുക, കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ബോഡി പാർട്സിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് അകലത്തിൽ ഒരു വര ഇട്ടു. അവിടെ നിന്ന് വീണ്ടും ഒരു 1.5 ഇഞ്ച് വരെ അടുത്തത് ഇട്ടു. അതുപോലെ മുകളിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 9 ഇഞ്ച് വര ഇടുക. അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ ഒരു കുത്ത് വരുന്നത്, അതായത് കൈക്കുഴിയുടെ അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു കുത്ത് വരുന്നത്. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്തിട്ട് ഒന്ന് വരച്ച് കൊടുത്ത് രണ്ടാമത്തെ വര കേട്ടോ. ഇനി കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ വരയമ കൂടെ കട്ട് ചെയ്യുക, 2 വരയമ കൂടെ കട്ട് ചെയ്യുക. നമ്മുടെ സെൻട്രയിലത്തെ ഒരു പീസില്ലേ ബ്ലൗസിൻ്റെ, അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മളെ വെട്ടിപ്പോവും. ബാക്കി കണ്ട ആ ഒരു പീസ് നമ്മുടെ വെട്ടിപ്പോയി. ബാക്കി ഇതിങ്ങനെയാണ് അതിങ്ങനെ കൂട്ടി വെച്ചടിക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു കുഴി കിട്ടുള്ളൂ. എന്താണ് മെയിൻ ക്ലോത്ത് ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കൈക്കുഴി അങ്ങനെയൊക്കെ വെട്ടി വെച്ചിട്ടുള്ളൂ. കഴുത്തൊന്നും വെട്ടിയിട്ടില്ല. കഴുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം, ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വെട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്നാലാണ് കഴുത്ത് പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പൊട്ടപ്പുറത്ത് നമ്മൾ മെയിൻ തുണിയുടെ പൊട്ടപ്പുറത്ത് നമ്മൾ ലൈനിങ് വെച്ച് നമ്മൾ മൊത്തത്തിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ബാക്കി നിൽക്കുന്ന തുണികളൊക്കെ ഞാൻ വെട്ടി കഴുത്തും വെട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക്. അപ്പം ഞാൻ അങ്ങനെ കഴുത്തൊക്കെ വെട്ടിയെടുക്കുകയാണ്. ചിലവർ നല്ല പുറത്ത് വെച്ച് ലൈനിങ് മറച്ചടിക്കും. നമുക്കിത് ആവശ്യമില്ല. കഴുത്തൊക്കെ എന്തായാലും നമുക്ക് എന്താ പറയുക, ക്രോസ് വെച്ച് മടക്കി അടിക്കണം ബ്ലൗസിനൊക്കെ, എന്നാൽ മാത്രമാണ് ശരിയാവുള്ളൂ. അതുപോലെ ഫ്രണ്ട് ഭാഗം നമ്മൾ ലൈനിങ് വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ 2 കഷ്ണം ഉണ്ടായിരിക്കും നമുക്ക് ഫ്രണ്ടിൽ. 3 കഷ്ണമാണ് ഫ്രണ്ട് ഭാഗം വരിക. സെൻറ്റർ ഒരു പീസ്, 2 അപ്പുറം പീസുകൾ. അപ്പോൾ അത് തെറ്റിപ്പോവാതെ വെക്കണം കേട്ടോ. എനിക്ക് പലപ്പോഴും തയ്ക്കുമ്പോൾ തെറ്റി പോകാറുണ്ട്. പിന്നെ അഴിച്ച് വീണ്ടും അടിക്കേണ്ട ഒരു അവസ്ഥയ്ക്കാവും. ഈ പ്രശ്നം ഞാൻ നന്നായി ശ്രദ്ധിച്ച് വെച്ച കാരണം കുഴപ്പമില്ല. കാരണം ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിലെ
എന്താ പറയുക സെൻറ്റർ പീസ്. ഇതിൻ്റെ 2 സൈഡിൽ വേണം മറ്റു 2 പീസുകൾ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ടും ഞാൻ നേരത്തത് പോലെ തന്നെ ബാക്ക് അടിച്ച പോലെ തന്നെ നെക്കൊക്കെ അടിച്ച് ഞാൻ കണ്ടോ. ഇതാണ് നമ്മൾ ലൈനിങ് വെച്ച് ഇനി എങ്ങനെ അടിക്കുക നമ്മൾ കാണിച്ചു തരുന്നേക്കാണ്. ഇങ്ങനെ 2 പീസ് യോജിപ്പിച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ട് അടിക്കാൻ വേണ്ടി. ഞാൻ നേരെ ഇനി ഫ്രണ്ട് അടിക്കാൻ പോകാനായിട്ട് കണ്ടോ. ഇങ്ങനെ വയ്ക്കുക. ആ കൈക്കുഴി ഭാഗം നമുക്ക് തെറ്റും, നന്നായി ശ്രദ്ധിച്ച് വേണം അടിക്കുമ്പോഴും അതിൽ നോക്കാം കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് അടിക്കാം. ഞാൻ കാണിച്ചില്ലേ അതേപോലെ വെച്ച് കൊടുത്ത് അടിച്ചാൽ മതി. അതേ ഞാൻ അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ കൈക്കുഴിയും ആ ഒരു വെട്ടും നമുക്ക് തെറ്റും. ഞാൻ വീണ്ടും വെച്ച് നോക്കി കൺഫേം ചെയ്യുകയാണ്. ഇങ്ങനെ ഇനിയല്ലേ വെച്ചടിക്കേണ്ടത്, തെറ്റില്ലല്ലോ. അഴിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് സമയം പോവും, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കുകയാണ്. പിന്നെ മെഷീൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് നൂല് പൊട്ടേണ്ടത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരുന്ന് അടിക്കുന്നത്. അപ്പോൾ ഞാൻ അടിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ചൊക്കെ കൊടുക്കാൻ നോക്കണം. എന്നുവെച്ചാൽ ഉള്ളിൽ വരുന്ന അടിപ്പുകൾക്കൊക്കെ നമുക്ക് 2 സ്റ്റിച്ച് കൊടുക്കണം. പെട്ടെന്ന് വെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാൻ പറ്റില്ല. ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് പിന്നെ വെട്ട് കഴിഞ്ഞ് നമുക്കത് അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ എപ്പോഴും 2 3 സ്റ്റിച്ച് കൊടുക്കണം വെച്ചാൽ അത്രയും സേഫാണ്. നമ്മൾ അത്രയും നല്ലതാണ്. നമുക്ക് ഇത് ഒരു യൂസിനല്ലല്ലോ, വീണ്ടും യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ 2 സ്റ്റിച്ച് അടിക്കും. പിന്നെ നമുക്കിത് വെച്ച് വരുമ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിൽ വരും. അതായത് ചില നടുക്കിലത്തെ പീസ് ഇറങ്ങി നിൽക്കും, ചിലപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് പീസ് ഇറങ്ങി നിൽക്കും, നടുക്കിലത്തെ പീസ് കയറി നിൽക്കും. അപ്പം നമ്മൾ ആ വെച്ച് വലിച്ചടിക്കുന്നതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഫ്രണ്ടിലത്തെ അളവിനെക്കാട്ടും നമുക്ക് മടക്കടിക്കാനുള്ളതിനെക്കാട്ടും 1 ഇഞ്ചും കൂടെ കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ഇറക്കൊന്നും പോവില്ല. പിന്നെ ഞാൻ ഇപ്പോൾ വെച്ച് നോക്കി ഇങ്ങനെ അടിച്ചിട്ട് ശരിയായിട്ട് വന്നിട്ടുണ്ടോ കപ്പ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ബ്ലൗസിന് നല്ല കപ്പായി നിൽക്കണം, എന്നാലാണ് വൃത്തി ഉണ്ടാവുള്ളൂ എന്ന് പറയാം. എനിക്കാണെന്ന് ഞാൻ കൂടുതലിട്ട് കൊടുക്കും. മറ്റേ ബ്ലൗസ് ഒക്കെയാണെങ്കിൽ ഞാൻ നന്നായി കൂടുതലിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇപ്പുറത്തെ സൈഡും വെച്ച് അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് 2 അടി അടിച്ചു. അതിന് ശേഷം ഞാനൊന്ന് വെച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കുഴപ്പമില്ല. അതിന് ശേഷം നമുക്കിനി കഴുത്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഈ പെട്ടെന്ന് പണി കഴിഞ്ഞു. മറ്റേ സാധാ ബ്ലൗസ് ആണെങ്കിൽ എന്താ കുറേ സ്റ്റിച്ചിങ് ഉണ്ട്. ജനിപ്പിച്ച പട്ട വയ്ക്കണം, അത് ഇതിനുണ്ട്. പക്ഷേ പട്ട വയ്ക്കണം, അടിയിൽ പട്ട വെച്ച് ആ പട്ടയ്ക്ക് തന്നെ എത്ര അടി വരണമെന്നറിയോ. പിന്നെ നമ്മൾ ടക്കുകൾ ഇടാൻ വേണ്ടി കുറേ അടി വരും. ഇത് ഒറ്റയടിയിൽ കാര്യം കഴിയും, സുഖമായി കിട്ടും. നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം ബാക്കിൽ ഞാനിനി ഹുക്ക് വെക്കാൻ വേണ്ടിയുള്ള പണിയൊക്കെയാണ്. അപ്പോൾ ഹുക്ക് വെക്കുന്നതിന് മുന്നേ നമുക്ക് ബാക്ക് മടക്കിയടിക്കണം. അപ്പോൾ ഞാൻ ഒപ്പൊക്കെ ഒന്ന് വെട്ടി മടക്കിയടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്ക് ഓപ്പണാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ പ്രിൻസസ് കട്ടിൽ ബാക്ക് ഓപ്പണാണ് മിക്കവരും തയ്ക്കുക, ഫ്രണ്ടിൽ ഇത് വരുന്ന കാരണം. അപ്പോൾ ഞാൻ ബാക്ക് ഓപ്പണായിട്ട് നമ്മുടെ മടക്കിയടിച്ചു. എത്ര അളവെന്ന് നോക്കുക. ബ്ലൗസിൻ്റെ ലെങ്ത്ത് നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ടാവില്ല, ആ ലെങ്ത്ത് വെച്ച ശേഷം ബാക്കിയുള്ളതൊക്കെ ഒപ്പം വെട്ടി മടക്കിയടിച്ചു. മടക്കിയടിച്ചതിന് ശേഷം വേണമെങ്കിൽ ബാക്കിൽ ഹുക്കിനുള്ള ജനിപ്പിച്ച പട്ടി ഹുക്ക് ബട്ടൊക്കെ വെക്കാൻ വേണ്ടി സെൻറ്റർ മടക്കിയിട്ടു. സെൻറ്ററിൽ സാധാരണ നമ്മൾ എന്താ പറയുക സിബൊക്കെ വയ്ക്കാൻ കട്ട് ചെയ്യണ പോലെ സെൻറ്റർ മടക്കിയിട്ട് സെൻറ്ററിൽ നമ്മൾ ബ്ലൗസിൻ്റെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ ഇത് വയ്ക്കാം. അപ്പോൾ ഞാൻ പിന്നെ അത് 2 പീസുകൾ വെട്ടി. ഒരു നല്ല മെറ്റീരിയലിൻ്റെ പീസും 1 ലൈനിങ് പീസിൽ നിന്നും 2 കഷ്ണങ്ങൾ വെട്ടി. അപ്പോൾ നമുക്കറിയാമല്ലോ ഉള്ളിലേക്ക് ഹുക്ക് വെക്കണതിൻ്റെ അവിടെ നമ്മൾ ലൈനിങ് പട്ടയാണ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ നല്ല പുറത്ത് നമ്മുടെ ഈ കഷ്ണം വെച്ച് മടക്കടിച്ച കഷ്ണം വെച്ച് അടിച്ചു. അതിന് ശേഷം നമ്മൾ വെട്ടി ഉള്ളിലേക്ക് മടക്കടിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഹുക്ക് പട്ട വെക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 2 മടക്കടിക്കും. അതായത് ആദ്യത്തെ തുന്നലിൻ്റെ അവിടെയും പിന്നെ മടക്കിയിട്ട് ഇപ്പുറത്തെ തുമ്പത്ത് കൂടെ അങ്ങനെ 2 അടി അടിക്കും കേട്ടോ. ചിലവർ 1 അടി അടിക്കുകയുള്ളൂ, പക്ഷെ ഞാൻ ഇത്തിരിയും കൂടെ അമർന്ന് നിൽക്കാൻ വേണ്ടി 2 അടി അടിക്കും. ബാക്കി വരുന്നതൊക്കെ നമ്മൾ വെട്ടിക്കളയുക കഴുത്തിൻ്റെ അടുത്തൊക്കെ കേട്ടോ. ഞാൻ കുറച്ച് നീളം കൂടുതൽ കിട്ടും. അതേപോലെ നമ്മൾ എന്താ പറയുക ജനിപ്പിച്ച പട്ട വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു മെറ്റീരിയലിൻ്റെ പീസ് എടുത്ത് നടുമടക്കി ആദ്യം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിയിൽ ഇത്തിരി മടക്കി വെച്ച് അടിച്ചു. ഇനി നമ്മളിതേ ആ തുമ്പത്ത് കൂടെ ഒരു അടി കൊടുത്തു. ആ തുമ്പത്തിന് ശേഷം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളതും അതിന് ശേഷം മടക്കി ആ തുമ്പത്ത് കൂടി നേരത്തെ പട്ട വെച്ചോണ്ട് കയറ്റി വെച്ചടക്കേണ്ട അതേ തുമ്പത്ത് കൂടെ അടിക്കുക. ചിലവർ ഇതിൻ്റെ ഒപ്പം തന്നെ ബട്ട ഹോളും കൂടെ അടിച്ച് പോകും. ഞാൻ ബട്ട ഹോൾ അടിക്കണില്ല. എനിക്ക് ബട്ട ഹോൾ അടിക്കാൻ നിന്നാൽ കുറച്ച് നേരം വേഗം ഇങ്ങനെ ഒറ്റയടിക്കാൻ അടിച്ച് കഴിയുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ബ്ലൗസിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞു. ഇന്നും ബ്ലൗസിൻ്റെ ഉള്ള മെയിൻ പണി എന്ന് പറയുന്നത് കൈ വയ്ക്കണം. കൈ വയ്ക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് സിമ്പിളായിട്ട് കൈയൊക്കെ വയ്ക്കാം. എനിക്ക് ഇങ്ങനത്തെ പട്ട വയ്ക്കൽ കഴുത്ത് പിടിപ്പിക്കലൊക്കെയാണ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കയ്യിന് ലൈനിങ് വെച്ചു. നമ്മൾ മടക്കിയടിക്കുകയാണ്. കൈയിൻ്റെ തുമ്പ് മടക്കിയടിക്കണില്ല, ലൈനിങ് വെച്ചിട്ടാണ് ഞാൻ മറിച്ചടിക്കുന്നത് കേട്ടോ. അതായത് തുണി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മടക്കിയടിക്കാനുള്ള തുണി ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചു. അപ്പം അങ്ങനെ ലൈനിങ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ തുമ്പത്തോട് ഒരു പതിച്ചടിച്ച് കൊടുക്കും. അതായത് ലൈനിങ് ഫിറ്റായി നിൽക്കാൻ വേണ്ടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം മൊത്തത്തിൽ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഇതായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഒറ്റ സമയം ഒരു അടുപ്പിൽ തന്നെ 2 കൈയും ഒരുമിച്ച് ലൈനിങ് വെച്ച് പോകണം. അല്ലാണ്ട് ഒരെണ്ണത്തിൻ്റെ പണി കഴിഞ്ഞ് അടുത്ത പണി വയ്ക്കാൻ നിൽക്കില്ല. ഞാൻ ഒരേ ഇതിൽ തന്നെ ഇങ്ങനെ അടിച്ചടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ലൈനിങ് ഒക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി കൈമൊക്കെ വെക്കാൻ വേണ്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ അഴിച്ച് ഇട്ട് സെൻറ്റർ വെക്കുക. നമ്മുടെ കൈയിൻ്റെ സെൻറ്റർ എടുക്കുക. ആ സെൻറ്റർ അടയാളെടുത്ത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈ വെക്കുന്നതൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുവിധം ഇപ്പോൾ അറിയാം. എന്നാലും തുടക്കക്കാർക്ക് വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറത്ത് ഭാഗം അടിക്കുക. അതുപോലെ കൈ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുക. 2 3 കൊടുക്കാൻ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ കൈ അതൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒപ്പം വെട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മടക്കിയടിക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഒപ്പം വെട്ടുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, ബാക്കും ഫ്രണ്ടും ഒരേ അളവിലാക്കിയിട്ട് വേണം നമ്മൾ മടക്കിയടിക്കാൻ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അത് 2 ഫ്രണ്ടൊക്കെ ബാക്കൊക്കെ ഉണ്ട് ഒപ്പതിന് ശേഷം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിനി സൈഡ് അടിക്കാൻ വേണ്ട. കൈയൊക്കെ വെച്ചു, ഇനി നമുക്ക് സൈഡ് അടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇനി നമ്മൾ വണ്ണം എത്രയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം വേണം എന്തടിക്കാൻ, നമ്മുടെ കൈ അടിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റാക്കി വെച്ചതിന് ശേഷം കഴുത്തൊക്കെ നമുക്ക് ഇറക്കുന്നതൊക്കെ നോക്കി അത് വെട്ടിയതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ്സിൽ നമ്മുടെ വണ്ണം എത്രയാണെന്ന് ചെക്ക് ചെയ്ത് അളവ് വരച്ചു കിട്ടാം. ഇനി ഈ ഒരു അളവിൻ്റെ കൈയിൻ്റെ അളവ് എടുത്തിട്ട് ആ ഒരു ഷോൾഡർ കഷത്തിൻ്റെ കൈക്കുഴിയുടെ അളവിൽ കൂടെ നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് പോവാണ്. അപ്പോൾ ഞാൻ കൈക്കുഴി വരെ അടിച്ച് വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാൻ അരവണ്ണം നോക്കി അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഇവിടെ നിന്ന് അവിടേക്കൊരു ഡോട്ട് എടുത്ത് കൊടുത്താൽ മതി. നമ്മുടെ മറ്റേ കട്ടിങ്ങൊക്കെ ആണെന്ന് നമുക്ക് ഷേപ്പിൽ വെട്ടണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു കട്ടിങ്ങിലാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നേരെ ഒറ്റൊരു ഷേപ്പ് അടിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ക്രോസ് വെട്ടിയുണ്ടെന്നും കാണിച്ചിട്ടില്ല, അതൊക്കെ എല്ലാത്തിലും കാണിക്കുന്നതല്ല. ക്രോസ് അടിച്ചു. ക്രോസ് ചെയ്ത് നമ്മുടെ കഴുത്തിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ട് നമ്മൾ തുമ്പത്ത് കൂടെ വെച്ച് ഇങ്ങനെ അടിക്കും. അളവെത്തുമ്പോൾ വെട്ടിക്കളയുക. ബാക്കി പിന്നെ നമ്മൾ ക്രോസ് മടക്കാൻ വേണ്ടി എപ്പോഴും വെട്ടിട്ടു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്തായാലും വെട്ടണം. കഴുത്തിന് വേണ്ടി നമ്മൾ ക്രോസ് മടക്കാൻ വെട്ടിയ ശേഷം ക്രോസ് മടക്കി വെച്ച് നമ്മൾ തുമ്പത്തോട്ട് അടിക്കുകയാണ്. അതിന് ശേഷം അത് തുന്നിയിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ഊരാവുന്ന കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ വീണ്ടും കാണാം.